രാഹുൽ ഗാന്ധിക്കും കെ.സി. വേണുഗോപാലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ AICC സെക്രട്ടറി മുതിർന്ന നേതാവുമായ രഞ്ജി തോമസ് രംഗത്ത്. രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങളെ വെച്ച് മാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ അജ്ഞതയും അവിവേകവുമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചതെന്നും രഞ്ജി തോമസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. റിപ്പോർട്ട് കാണാം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി ഷമി പ്രഭാകർ ചേരും. രാഹുൽ ഗാന്ധിക്കും കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിന്ന് നിയന്ത്രിക്കുന്നവർക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുൻ AICC ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ രഞ്ജി തോമസ് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ മാത്രമുള്ള പ്രവണതയാണ് ഒരു വിഭാഗം നേതാക്കളിൽ ഉള്ളതെന്നും അവരാണ് പ്രശ്നമെന്നും രഞ്ജി തോമസ് വിമർശിക്കുന്നു. അതേസമയം കുറെ കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങളെ വെച്ച രാഹുൽ ഗാന്ധി രാഷ്ട്രീയം നടത്തിയാൽ ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും വോട്ട് ചോരിക്കൊണ്ട് മാത്രം ഇന്ത്യയിൽ അധികാരത്തിൽ വരാമെന്ന വിചാരം അജ്ഞതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കുറെ കമ്പ്യൂട്ടർ കുട്ടികളെ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രാഷ്ട്രീയം നടത്താമെന്ന് വിചാരിച്ചാൽ അത് കാനഡയെ പോലെയോ ഫ്രാൻസിനെ പോലെയോ അമേരിക്കയെ പോലെ ഇന്ത്യ പോകുമെന്ന് വിചാരിക്കാൻ പാടില്ല. വോട്ട് ചോരിയായാലും എന്തായാലും അതുകൊണ്ട് മാത്രം ഒരു ഇലക്ഷൻ ജയിക്കാമെന്നോ ഈ രാജ്യത്തിലേക്ക് ഇനി വീണ്ടും കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിൽ വരാമെന്നോ ചിന്തിച്ചാൽ അത് അജ്ഞത മാത്രമാണ്. യഥാർത്ഥ സംഗതികളെ മനസ്സിലാക്കാനുള്ള മനോഭാവം ഹൈക്കമാൻഡിനില്ലെന്നും രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള കൂട്ടം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാത്തവരെന്നും വിമർശിച്ച രഞ്ജി തോമസ് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ ചുറ്റുമുള്ളവരുടെ അജ്ഞതയും അവിവേകവും കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ അവസ്ഥയിൽ എത്തിയതെന്നും ചൂണ്ടിക്കാട്ടി. കുറച്ച് ആൾക്കാരെ രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂഡിംഗ് വേണുഗോപാൽ ചുറ്റുപാടുമുള്ളവർ ഇവരുടെയൊക്കെ അജ്ഞതയും അവിവേകവും കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു രീതിയിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നത്. ബീഹാറിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിച്ചെന്നോ പഠിക്കുമെന്നോ തോന്നുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ തുടരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഉപദേഷ്ടാക്കളെ ഒഴിവാക്കി വിവരമുള്ളവരെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലും തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതോടെ വലിയ വിമർശനം തന്നെയാണ് കെ.സി. വേണുഗോപാലിനെതിരെയും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. വിഷ്ണു തലവൂർ, കൈരളി ന്യൂസ്, ദില്ലി.